രോഹിണിയിലെ ക്ഷേത്രത്തിലെ ഞാൻ ഹരികഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അവസരമുണ്ടായി. ആ അവസരത്തിൽ അല്പം വിവാദമുള്ള കവിതകൾ ഞാൻ അവതരിപ്പിച്ചു. അതിൽ മാധവൻ നായർ സാറിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, മാധവൻ നായർ. ഏതായാലും അദ്ദേഹം വളരെ ക്ഷുഭിതനായി. എനിക്ക് പിന്നീട് ഹരികഥ തരണമോ തരണ്ടയോ എന്ന സംശയമുണ്ടായി, തർക്കമുണ്ടായി. ആ സമയത്താണ് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിന് എൻ്റെ കംസവധമല്ല, ബാലലീലയും ഗോപീ വസ്ത്രഹരണവും ആണ്. 7/5/2007 എൻ്റെ ഓർമ്മ. അതിൻ്റെ നോട്ടീസുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് അതെ, ഏപ്രിൽ 5, 2008 സംഭവം. 5:30 മുതൽ 7 വരെ, 5:45 മുതൽ 7 വരെ എൻ്റെ ഹരികഥയാണ്, കംസവധ ഹരികഥയാണ്. അപ്പം ആദ്യത്തെ കീർത്തനം അവതരിപ്പിക്കുന്ന സമയമുണ്ടായി. അത് കഴിഞ്ഞുള്ള തർക്കം കാരണം എനിക്ക് തരണമോ തരണ്ടേന്നൊരു സംശയമുണ്ടായി. ഏതായാലും ഒരു ദിവസം അവിടെ യജ്ഞങ്ങളും ഒക്കെ ഹോമങ്ങളും ഒക്കെ നടക്കുന്നതാണ്. ഞാൻ 10 മണിക്ക് വന്നിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ബൈക്കാണ്, ഹെൽമെറ്റ് മറന്നുപോയി എടുക്കാൻ തിരിച്ചു വന്നപ്പോഴേ നടയൊക്കെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്നത്തെ തന്ത്രികൾ എന്ന് പറഞ്ഞാൽ ശ്രീ കണ്ഠരര് രാജീവര്, അദ്ദേഹവും പിന്നെ അമ്പലഭാരവാഹികളിൽ ചിലരുമൊക്കെ ആയിട്ട് ആ അങ്കണത്തിലുണ്ട്. അപ്പോൾ എന്നെ കണ്ഠരര് തിരുമേനി വിളിച്ചു, "അയത്തിലേ, ഇങ്ങ് വരൂ." ഞാൻ അടുത്ത് ചെന്നു. ഉടനെ പറഞ്ഞു, "ഇപ്പം ഇവിടെ ഒരു കവിത അവതരിപ്പിക്കണം" എന്ന് പറഞ്ഞു. ഞാനാകെ ഒരു വിഷമസ്ഥിതിയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, "നാളെ ഹരികഥയ്ക്ക് അവതരിപ്പിക്കുന്നതിന് മുൻപോടിയായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് കൃഷ്ണനെക്കുറിച്ച്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാം" എന്ന് പറഞ്ഞു. ഞാൻ അതവിടെ അവതരിപ്പിച്ചു. ആ കവിത ഞാനിവിടെ വരാണ്. കീർത്തിച്ചിടുന്നു ഞാൻ കീർത്തനങ്ങൾ കൊണ്ടു നിന്നെ, കോർത്തു ഞാൻ കൊണ്ടുവന്ന കീർത്തനമാലകളാൽ. കാത്തരുളിടണമേ കാരുണ്യമൂർത്തി കണ്ണാം, കാലടി വണങ്ങിടുന്നേൻ ശ്രീ ഗുരുവായൂരപ്പ. കീർത്തിച്ചിടുന്നു ഞാൻ കീർത്തനങ്ങൾ കൊണ്ടു നിന്നെ, കോർത്തു ഞാൻ കൊണ്ടുവന്ന കീർത്തനമാലകളാൽ. കാത്തരുളിടണമേ കാരുണ്യമൂർത്തി കണ്ണാം, കാലടി വണങ്ങിടുന്നേ ശ്രീ ഗുരുവായൂരപ്പ. പണ്ടു നീ അവതരിച്ചോ കംസന്റെ കൽത്തുറുങ്കിൽ, പാരിടം കാത്തിടാനായി പാതിരാവിൽ പിറന്നു. നാട്ടുകാരറിഞ്ഞിടാതെ നന്ദഗ്രാമത്തിലെത്തി, നന്ദഗ്രാമത്തിൻ നാമം 4 പാടും പരത്തി. അമ്പാടി തന്നിലെത്തി ലീലകളാടി കണ്ണൻ, അച്യുതനായി വിളങ്ങി സച്ചിദാനന്ദമൂർത്തി. അമ്പാടി തന്നിലെത്തി ലീലകളാടി കണ്ണൻ, അച്യുതനായി വിളങ്ങി സച്ചിദാനന്ദമൂർത്തി. പൂതനയായി വന്ന പാതകിരാക്ഷസിയെ ചേതനയാക്കി മാറ്റി ചൈതന്യരൂപനങ്ങ്, കാലനെ തേടി വന്നോരസുരഗണങ്ങളെ കേവല രൂപനങ്ങ് കൈവല്യമേകിയില്ലേ. കാളിന്നീൽ കടന്നു കടിയനെ മതിച്ചു, കാത്തുരക്ഷിച്ചതില്ലേ ഗോകുലവാസികളെ.
നാഭിയിൽ ജന്മമാർന്ന നാൻമുഖനങ്ങു തന്നെ നാടകങ്ങൾ നടത്തി നാൻമുഖനെ വലച്ചു. നാഭിയിൽ ജന്മമാർന്ന നാൻമുഖനങ്ങു തന്നെ നാടകങ്ങൾ നടത്തി നാൻമുഖനെ വലച്ചു. കീർത്തിച്ചിടുന്നു ഞാൻ കീർത്തനങ്ങൾ കൊണ്ടു നിന്നെ കോർത്തു ഞാൻ കൊണ്ടുവന്ന കീർത്തനമാലകളാൽ. ഇതാണ് ആ കീർത്തനം. അപ്പം ആ നടക്കി വെച്ച് നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നടക്കി വെച്ച് പാടി. എല്ലാവർക്കും വളരെ സന്തോഷമായി. അപ്പം അടുത്ത ദിവസം ഹരികഥ നൽകണോ നൽകണ്ടോ എന്നുള്ള ഒരു തർക്കത്തിലാണല്ലോ. ഏതായാലും എനിക്ക് അത് കിട്ടി. അന്ന് വൈകിട്ട് ഞാൻ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കൗണ്ടറിൽ നിന്ന് ചെറിയ പേപ്പർ വാങ്ങിച്ചു. ഒരു ചെറിയ പേപ്പർ വാങ്ങിച്ചിട്ട് ശ്രീ കണ്ഠരര് രാജുവിനെ കുറിച്ച് 4 ലൈനിലുള്ള ഒരു കവിത ഞാൻ എഴുതി. ആ കവിത എഴുതിയിട്ട് അദ്ദേഹത്തെ മുകളിൽ ടെറസിൽ അദ്ദേഹത്തിൻ്റെ റൂമുണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, തിരിച്ചു തന്നു. തിരിച്ചു വാങ്ങി. അന്ന് തന്നെ ഞാനത് വളരെ ഭംഗിയായിട്ട് പ്രിൻ്റ് ചെയ്യിച്ച് അന്ന് ഷജാവത്ത് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിക്കായിട്ട് ഫോട്ടോകൾ ഫ്രെയിം ചെയ്യുന്ന ഒരു കട എൻ്റെ കടയുടെ അടുത്ത് തന്നെ, സ്വർണ്ണക്കടയുടെ അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു വളരെ ഭംഗിയായിട്ട് ആലങ്കാരികമായിട്ട് പുഴുക്കും തങ്കലും ഒക്കെ വെച്ച് ഞാൻ ഭംഗിയായിട്ട് അത് ഫ്രെയിം ചെയ്ത് അടുത്ത ദിവസം ഹരികഥ പുറത്താണ്, അമ്പലത്തിന് പുറത്തുള്ള അവിടെയാണ്. ഹരികഥ മാത്രമല്ല, അന്ന് നാട്ടിൽ നിന്നും ആൾക്കാർക്കുടെ മിമിക്രി ഉണ്ട്. അത് കാരണമാണ് പുറത്തായത്. അവിടെ വെച്ചാണ് ഹരികഥ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട്, ഹരികഥ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തന്ത്രികളെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരുടെയും 10,000-3000 പേരുടെ സദസ്സുണ്ട്. ആ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ ഫോട്ടോ അത് കവർ ചെയ്ത് പൊതിഞ്ഞ് കവറെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ കാണിച്ചു. അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഞാനത് വായിച്ച് കേൾപ്പിക്കുകയും അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഹരികഥ അവതരിപ്പിക്കുന്നത്. അപ്പം ഹരികഥ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ കംസൻ്റെ വിദ്വേഷഭക്തിയെക്കുറിച്ചുള്ള കവിതകളുണ്ട് എൻ്റെ. അങ്ങനെ വിദ്വേഷഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവമുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു സംഭവം കൂടിയുണ്ട്. ഉത്സവ സമയമാണ്. ഉത്സവത്തിന് 7 ദിവസത്തെ ഉത്സവമാണല്ലോ. ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിൽ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛനെ ഒരാൾ ചീത്ത വിളിക്കുന്നു. അന്ന് 7-8 വയസ്സുള്ള മകന്, 7-8 വയസ്സുള്ള അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് വളരെ ദൂരെ നിന്നൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മുടെ ദേശു രാമേന്ദ്രൻ സാറ്, ഭയങ്കര സംസ്കൃത പണ്ഡിതനാണ് രാമേന്ദ്രൻ സാറ്. ദേശു എന്ന് പറയുന്നത് അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ, ഡൽഹി ഇലക്ട്രിസിറ്റി ബോർഡിലെ എൻജിനീയറാണ് അദ്ദേഹം ഈ ഗോപനോട്, ഇപ്പം പനേലുള്ള ഗോപനോട് എന്നെക്കുറിച്ച് പള്ളു പറയുകയാണ്. എബ്യൻ അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ എബ്യൻ എന്നൊരു 100 പ്രാവശ്യം പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം എൻ്റെ കടയിൽ വന്നപ്പോഴേ, എന്നും അമ്പലത്തിൽ പോയിട്ട് കടയിൽ വന്ന് കയറിയിട്ടാണ് പുള്ളി പോകുന്നത്. സെക്ടർ 5-ലാണ് താമസം. അങ്ങനെ കടയിൽ പോകുന്നവർക്ക് കടയിൽ കയറി ഇങ്ങനെ ഞങ്ങൾ പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ ബൈബിളിനെക്കുറിച്ചൊക്കെ പുള്ളിക്ക് പറയാൻ തുടങ്ങി. ബൈബിളിനെക്കുറിച്ച് പറഞ്ഞപ്പം വിമർശനമാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ സ്ത്രീ എൻ്റെ കടയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു വല്ലായ്മ ഉണ്ടായി. ഞാനപ്പം പുള്ളിയുടെ വാദങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എതിർത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയി. അതിൻ്റെ ദേഷ്യം തീർക്കുകയാണ് ഗോപനോട്, ഏപ്യൻ. അപ്പം ഈ ഹരികഥ വിദ്വേഷഭക്തി, കംസൻ്റെ വിദ്വേഷഭക്തിയെക്കുറിച്ച് ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പാടി.
എനിക്കും ഉണ്ടിവിടുന്നൊരു പരമഭക്തൻ വിദ്വേഷഭക്തിയാൽ ചിത്തം നിറയ്ക്കും പുരുഷോത്തമൻ തന്നോട് നാമമുണ്ടത്രേ യവ്യനെന്നെ വിളിച്ചിടുന്നെന്നും. ഭയങ്കര കരഘോഷമായിരുന്നു. കാരണം ഇത് പരസ്യമായിട്ട് അദ്ദേഹം എന്നെ ചെയ്തു വിളിക്കുന്നത് പരസ്യമായിട്ടായിരുന്നു. അപ്പം ഇത് ധാരാളം ആൾക്കാർ കേൾക്കുന്നു. ഇദ്ദേഹം സംസാരിക്കുന്ന ആളുകളും ഇങ്ങനെ കൂടും. അങ്ങനെ ധാരാളം ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ പ്രസിഡൻറ്റും സഹിതം കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരിലെല്ലാം ഒരു കയ്യടി ഉണ്ടായി ഉടനെ ഞാനിത് പാടിയ സമയത്ത്. അത് കഴിഞ്ഞ് ഹരികഥ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോഴേ നേരെ സാറിൻ്റെ മുമ്പിലേക്കാണ് വന്ന് ചാടിയത്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഇപ്പം നിങ്ങൾ പാടിയ പാട്ട് എന്നെക്കുറിച്ചല്ലേ? അങ്ങനെയാണോ? ഞാൻ സാറിൻ്റെ പേരുണ്ടോ അതിൽ? അതെന്നെക്കുറിച്ച് തന്നെയാണ്, എനിക്കറിയാം. അങ്ങനെ സാറിന് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് വന്നിച്ചു. അങ്ങനെ ആ സംഭവം അങ്ങനെ തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പല സന്ദർഭങ്ങളും ഞാൻ കവിതകളിലാക്കിയപ്പോൾ എന്നെ കവിയായിട്ട് അംഗീകരിക്കുവാൻ ആളുകൾ നിർബന്ധിതരായി എന്നുള്ളതാണ്. ആദ്യമൊക്കെ അത് സമ്മതിക്കുവാൻ വലിയ വൈഷമ്യമായിരുന്നു. പിന്നെ ഞാൻ ഹരികഥാകഥനം ഒത്തിരി ക്ഷേത്രങ്ങൾ നടത്തി. പിന്നീട് അതിനൊരു വിരാമം ഉണ്ടായത്, അവിടെ ഈ ക്ഷേത്രത്തിൽ 12 വർഷമായിട്ട് നടത്തിയിരുന്ന ഡാൻസും അതുപോലെ പാട്ടും ഒക്കെ നിർത്തലാക്കി ഒരു തീരുമാനമുണ്ടായി ക്ഷേത്രത്തിൻ്റെ. 12 വയസ്സ് കഴിഞ്ഞാൽ, അപ്പോൾ 12 വയസ്സ് കഴിഞ്ഞുള്ള പെൺകുട്ടികൾ ക്ഷേത്രത്തിൽ വരാൻ പാടില്ല. അപ്പം അത് ഋതുക്കളാണോ ഋതുമതിയാണോ എന്നറിയത്തില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞാണ് അത് നിർത്തലാക്കിയത്. അപ്പം അത് ആ സമയത്ത് കുറേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ധാരാളം ലേഖനങ്ങളുമൊക്കെ ഞാൻ എഴുതിയിരുന്നു. അവസാനം എല്ലാവരും പിന്മാറി, ഞാൻ മാത്രമായി. അങ്ങനെ എഴുതിയ ലേഖനങ്ങൾ പിന്നീട് ചിലർ ചേർന്ന് ഒരു സമരഗാഥ എന്നൊരു പുസ്തകമാക്കുകയുണ്ടായി. അതിൽ 2-3 കവിതകളും വളരെ രസകരമായിട്ടുള്ള ഹാസ്യാത്മകമായ ഒത്തിരി ലേഖനങ്ങളും അതിൽ ആ സമരഗാഥയിലുണ്ട്. ഇപ്പോഴും 1-2 കോപ്പി എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇന്നത്തെ ഈ വിഷയം ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.